സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന വ്യാപാര സ്ഥാപനങ്ങളിലെത്തി സമ്പാദ്യ പദ്ധതിയുടെ പേരിൽ തട്ടിപ്പ് നടത്തുന്ന സംഘം ജില്ലയിൽ സജീവം. സ്ഥാപന ഉടമയുമായി ഫോണിൽ സംസാരിക്കുന്ന രീതിയിൽ സ്ത്രീകളെ തെറ്റിദ്ധരിപ്പിച്ചാണ് പണം കൈക്കലാക്കുന്നത്. അഞ്ചലിലെ വ്യാപാര സ്ഥാപനത്തിലെ ജീവനക്കാരിയിൽ നിന്നും ഉടമ പറഞ്ഞതാണെന്ന വ്യാജേന 8,500 രൂപ തട്ടിയെടുത്തു. കൊല്ലം അഞ്ചലിലെ ഒരു വ്യാപാര സ്ഥാപനത്തിലാണ് ഇത്തരത്തിൽ കടയിലെത്തിയ ആൾ സ്ഥാപനത്തിലെ ജോലിക്കാരിയായ യുവതിയിൽ നിന്നും സ്ഥാപനത്തിന്റെ ഉടമ പറഞ്ഞുവിട്ടതാണെന്ന വ്യാജേന 8,500 രൂപ കൈക്കലാക്കി കടന്നു കളഞ്ഞത്. ഇത് ഇന്നലെ ഉച്ചയ്ക്കായിരുന്നു. ഞാൻ ഇവിടെ കടയിലില്ലായിരുന്നു, സ്റ്റാഫ് മാത്രമേ ഉള്ളായിരുന്നു കേട്ടോ. അന്നേരത്തേന് കക്ഷിയെ തെറ്റിദ്ധരിപ്പിച്ച് കൊണ്ടുപോയതായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ ലൈനിൽ നിൽപ്പുണ്ടെന്നുള്ള രീതിയിലായിരുന്നു കക്ഷി സംസാരിച്ചുകൊണ്ടിരുന്നത്. ഞാൻ ലൈനിൽ നിൽപ്പുണ്ട്, കക്ഷി എന്നിട്ട് ചോദിക്കുന്നു, ഞാൻ കക്ഷിന്ന് ചോദിക്കുന്നു. അന്നേരം പറഞ്ഞ് എന്നോട് സംസാരിക്കുക, ഫോണില് എന്നോട് സംസാരിക്കുക. ആ ഒരു കാര്യത്തിലാണ് ഈ കക്ഷി വീണു പോയത്. കക്ഷി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഈ കൊച്ചു 3-4 മാസം ആയതേ ഉള്ളൂ വന്നിട്ട്, മനസ്സിലായോ? അങ്ങനെ പറ്റിപ്പോയതാണ്. അത് മാത്രമല്ല ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമുക്കിത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. 1-2 രൂപയല്ല, 8,500 രൂപ പറ്റിച്ചുണ്ട്. എന്നിട്ട് കക്ഷി ഇറങ്ങിയിട്ടൊന്ന് ഓടുവാണ്, ഒരു സമയം കിട്ടിയില്ല. CCTV ദൃശ്യത്തിൽ നിന്നും തട്ടിപ്പ് നടത്തിയ ആളിനെ പോലീസ് തിരിച്ചറിഞ്ഞു. പത്തനംതിട്ട മല്ലപ്പള്ളി സ്വദേശി രാജേഷ് ജോർജാണ് അഞ്ചലിലെ വ്യാപാര സ്ഥാപനത്തിലെത്തി തട്ടിപ്പ് നടത്തിയതെന്നാണ് അഞ്ചൽ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. രാജേഷ് ജോർജ് സമാനമായ നിരവധി കേസുകളിൽ പ്രതിയാണെന്നും അഞ്ചൽ പോലീസ് അറിയിച്ചു. ഇയാളെക്കുറിച്ച് എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കണമെന്നും പോലീസ് നിർദ്ദേശിച്ചു. സ്ത്രീകൾ മാത്രം ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെത്തി ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തുന്നതാണ് രാജേഷിന്റെ രീതി. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ.